ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കിച്ചണിൽ നടന്നു. നാളെയും നടക്കുന്നുണ്ട്. പ്രമോ വന്നിട്ടുണ്ട്. അടിയും പിടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞത് നമ്മുടെ നെവിൻ്റെയും അക്ബറിൻ്റെയും ആര്യൻ്റെയും ഒരു ക്യാപ്റ്റൻസിയാണ്. ക്യാപ്റ്റൻസി വൻ പരാജയമായിരുന്നു. അവർക്ക് ഫുഡ് കിച്ചണിൽ തന്നെ നിൽക്കണം. അവൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഉദ്ദേശം ഫുഡ് അവർക്ക് ആവശ്യത്തിന് ഏറെ കഴിക്കാം. രണ്ടാമത്തെ ഉദ്ദേശം അത് അനുമോളെയും അതേപോലെ ഷാനവാസിനെ പട്ടീനെ പോലെ വെസലിട്ട് പണിയെടുപ്പിക്കണം. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ കിച്ചണിൽ ഉള്ളിൽ കയറിയിരിക്കുന്നത്. വേറെ ആരും കിച്ചണിൽ പ്രവേശിക്കരുത്, ഞങ്ങൾ മാത്രമേ കയറാവൂ എന്നൊക്കെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ 21-ാം തീയതി ഇവർ 2 നേരം മാത്രമാണ് കണ്ടസ്റ്റൻസിന് ഫുഡ് കൊടുത്തേക്കുന്നത്. അതായത് രാവിലെയും പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് 6:30-ക്കോ 7:30-ക്കോ എന്താണ് കൊടുത്തേക്കുന്നത്. അപ്പം ടാസ്ക് എന്നുള്ള രീതിയിലാണ് ഇവരത് ചെയ്തെങ്കിൽ പോലും കണ്ടസ്റ്റൻസിൻ്റെ ഇതനുസരിച്ച് അവർക്ക് ശരിക്കും സമയം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർ കുക്ക് ചെയ്തില്ല. കാരണം അവർക്ക് മടി. ആര്യന്, നെവീന്, അതേപോലെ അക്ബറിന് മടി. അത്രമാത്രമേ ഉള്ളൂ കാര്യം. അവർ കറക്റ്റ് സമയത്ത് മെഡിസിൻ കഴിക്കുന്നവർക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ഇവർ 3 പേരും ആവശ്യത്തിന് ശാപ്പാട് കിച്ചണിൽ നിന്ന് എപ്പോഴും എടുത്ത് കഴിക്കുന്നത് ലൈവിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ അതൊരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. എന്തായാലും തലേന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ 2 നേരം കൊടുത്ത് 6:30യോടുകൂടി അവരുടെ ഭക്ഷണം അവർ സ്റ്റോപ്പ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നൂറ വിശന്നിട്ട് ബെഡ്റൂമിൽ ചെന്നപ്പം ആര്യൻ അപ്പോഴും ബെഡിൽ കിടക്കുകയാണ്. എഴുന്നേറ്റിട്ടില്ല. മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. ആരും കിച്ചണിൽ കയറിയിട്ടില്ല. ഒരു സാധനം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തന്നെ നൂറ ബഹളം വെക്കാൻ തുടങ്ങി. എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല, നിങ്ങൾ ഇന്നലെ തന്നില്ല, ഇന്ന് വിശന്ന് ഗ്യാസ് കയറി ഞാൻ ഗുളിക കഴിച്ചിട്ട് നിൽക്കുകയാണ്, എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നൂറ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ആര്യൻ തിരിച്ച് നൂറനെ നോക്കിയാണ്, നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അനുമോളും ഇടപെടുന്നുണ്ട്, അതേപോലെ ആദിലേയും പറയുന്നുണ്ട്, ഷാനവാസൊക്കെയും പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടും ഇവർ തിരിച്ചെന്താ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള താല്പര്യമൊന്നുമല്ല. അപ്പം തന്നെ ഇവർ പറഞ്ഞ് ഇതിന് ശേഷമാണ് ആ ഗോതമ്പ് പൊടി എടുത്ത് കുഴയ്ക്കാനൊക്കെ ഇവർ തുടങ്ങിയത്, ദോശ ഉണ്ടാക്കാനോ ഏതാണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനോ വേണ്ടിയിട്ട്. പക്ഷേ ഈ 3 ആൾക്കാർ ക്യാപ്റ്റന്മാർ അവർക്ക് തോന്നുന്ന പോലെ ഭക്ഷണം ആവശ്യത്തിലേറെ എടുത്ത് അവർ കിച്ചണിൽ നിന്ന് കഴിക്കുന്നുണ്ട്. രാവിലെ ആയിക്കോട്ടെ നെവിൻ, ഇവരെല്ലാം വിശന്നിരിക്കുമ്പോൾ നെവിൻ പാലും ബ്രെഡും കൂടെ ഒഴിച്ചിട്ട് 3 പേരുടെ അവിടെ നിന്ന് കഴിക്കുവാണ്. അത് എന്ത് ചരിത്രമാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഈ ക്യാപ്റ്റൻസിയുടെ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരുടെ ആ ധാർഷ്ട്യവും അതേപോലെ അവരുടെ അടമൻ ക്യാരക്ടറും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ആ ക്യാരക്ടറൊക്കെ സഹിക്കാൻ വയ്യാതെയാണ് ഇവർ ഓരോരുത്തരും പ്രതികരിച്ച് തുടങ്ങി. ആ പ്രതികരണമാണ് ഇനി ഈ ദിവസത്തെ വലിയ വലിയ അടിയിലേക്ക് കലാശിച്ചത്. നൂറയൊക്കെ ഫുഡ് ബഹിഷ്കരിച്ചു. അതേപോലെ അനീഷേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. ആദില കഴിച്ചില്ല. അതേപോലെ ഇവർ ടാസ്ക്, ഇവരുടെ ജോലികൾ ഇവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി. ഇവർ നല്ല ആർഭാടമായിട്ട് ചപ്പാത്തി എടുത്ത് മാറ്റി വെക്കുക, അവർക്ക് തോന്നുന്ന പോലെ ഭക്ഷണം എടുത്ത് കഴിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ബാക്കി കണ്ടസ്റ്റൻസിനിട്ട് വലയ്ക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഇതായിട്ട് ഇന്ന് നടന്നു. ഇനി നാളെയും വലിയ വലിയ അടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഈ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വട്ടത്തെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.